അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. റിൻഷാക്ക, താങ്കളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ച ഒരു പ്രധാന കാരണം എന്തായിരുന്നു? എന്നെ ഇസ്ലാമിക്ക് ആകർഷിച്ചത് നമ്മുടെ ഏകദൈവം, അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ പെരുമാറ്റം, 5 നേരത്തെ നിസ്കാരം കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞപ്പോൾ വലിയൊരു മാറ്റം എന്നെ സംഭവിച്ചു. അതേപോലെ തന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക്. ഞാൻ തൃശ്ശൂർ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടുന്ന് വളാഞ്ചേരി വന്ന് എനിക്ക് നല്ല നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ടായി. അവരെ പെരുമാറ്റം കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതലേക്ക് വരാൻ തോന്നിയത്. അത് കഴിഞ്ഞ് അതിൻ്റേതായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചോദിച്ചറിഞ്ഞ് വന്നപ്പോഴാണ്. പിന്നെ നമ്മളെ ഇസ്ലാം മതത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത് എന്തായിരുന്നു? 5 നേരത്തെ നിസ്കാരം നല്ല സൗന്ദര്യമാണ്. നല്ല സൗന്ദര്യം തന്നെയല്ല, പടച്ചോനിലേക്ക് നമ്മൾ എത്താൻ നമ്മളും പടച്ചോനും തമ്മിലുള്ളൊരു ആത്മബന്ധം. അതുകൊണ്ട് തന്നെയല്ല, നമുക്ക് എന്തൊരു കാര്യവും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് നിസ്കരിച്ച് 5 നേരം നിസ്കരിച്ച് തുടർന്ന് സംസാരിച്ച് ആളായിട്ട് പടച്ചോനായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. അതാണ് ഏറ്റവും സൗന്ദര്യമുള്ള കാര്യം. പിന്നെ നമ്മളപ്പോൾ ഇസ്ലാമിലേക്ക് റിൻഷാക്ക് കടന്നു വന്നതിന് ശേഷം മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള മാനസികമായ മാറ്റങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ഒരു ആളായിട്ട് ഇടപഴകേണ്ടത്, അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലായിടത്തും നമുക്ക് ഓരോ കടമകൾ ചെയ്യാനുണ്ട്. അത് നമ്മളതിനെ പഠിപ്പിച്ചു കൊണ്ടുവന്നു. അതിൻ്റേതായ മാറ്റങ്ങൾ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലോ ഒന്നും ചെയ്യലില്ല. ഇപ്പം അതിനെ പഠിച്ചതിനോട് നമ്മൾ വിസ്പിച്ചുകൊണ്ട് എല്ലാം ആകുമ്പോൾ വലിയൊരു മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അതേപോലെ തന്നെ നമുക്ക് ഓരോ വ്യക്തികളായിട്ട് പെരുമാറുമ്പോഴും പിന്നെ പടച്ചോനിലേക്ക് അടുത്ത് ദൈവം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് ഇസ്ലാമാണ്. പിന്നെ ഈ ഇസ്ലാമിക യാഥാർത്ഥ്യ മാനവിക മൂല്യങ്ങളെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക? പ്രബോധനം നടത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രബോധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഖുർആൻ, ഒരു വ്യക്തി ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല സത്യം എന്നുള്ളത് മനസ്സിലാവും. അതിന് ആ വ്യക്തി തയ്യാറാണ്. നമ്മൾ ഓരോ വ്യക്തിയോട് നമ്മൾ ഇസ്ലാം ഇങ്ങനെയാണ്, ഇന്നതാണ് ഇസ്ലാം, നിങ്ങൾ വന്ന് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അവൻ ഏത് മതമായാലും ഏത് ഇതിലാണെങ്കിൽ പോലും ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും നമ്മൾ പറയുന്നത് സത്യമുണ്ട് എന്ന്. പിന്നെ ഈ ഇസ്ലാമിൻ്റെ മാനവിക മൂല്യങ്ങൾ കൃത്യമായിട്ട് മറ്റു ജനങ്ങളിൽ എത്താത്തതിനുള്ളൊരു കാരണമായിട്ട് തോന്നിയത് എന്തായിരുന്നു? കാരണങ്ങളിൽ എത്താത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ഇസ്ലാമിലുള്ള ഇസ്ലാമികൾ തന്നെയാണ് അത് എടുത്തു വെച്ചത്. എല്ലാവരും പറയില്ല, അതിൽ ഇസ്ലാംപരമായിട്ട് കുറേ വ്യക്തികൾ, എന്താ പറയുക, ഒരു വിഭാഗം കള്ളു കുടിച്ചിട്ട്, ഒരു വിഭാഗം കഞ്ചാവ് വലിച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ഇതാകുമ്പോൾ മനുഷ്യരല്ലേ ഇത് കാണണം. അപ്പോൾ എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്താ പറയണത്? നമുക്ക് ഇന്ന സാധനം ഹറാമാണ്, ഇന്ന സാധനം ഹറാമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയണത് ഇങ്ങനെ ഹറാമും കാര്യങ്ങളും പറഞ്ഞ വ്യക്തി എന്തല്ലേ നടക്കുന്നത് എന്ന് ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് ദ്രോഹം ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.